ദൈവത്തിന് സ്തുതി. ദുഃഖവെള്ളി അഥവാ വലിയ വെള്ളിയാഴ്ച, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ്. സിറിയൻ ഓർത്തഡോക്സ് സഭ ക്രൂശീകരണത്തിലൂടെ നമ്മുടെ കർത്താവ് നിവർത്തിച്ചതായ പുതിയ നിയമ ബലിയിലൂടെ നാം പരിപൂർണമായി പാപം മോചിക്കപ്പെട്ടവരായി തീരുന്നുവെന്നും അതിനേക്കാൾ മൂന്നാം ദിവസമുള്ള ഉയിർപ്പ്, അതാണ് നമ്മെ എപ്പോഴും പ്രത്യാശയുടെ തീരത്ത്, ശാന്തിയുടെയും സമാധാനത്തിന്റെയും തീരത്ത്, ഉയിർപ്പിന്റെ രാജ്യത്ത് എത്തിക്കുന്നത് എന്നുള്ളതിനെ അനുസ്മരിപ്പിച്ചും ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാധാന്യം പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം തൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കുവാനായിട്ട് മോറിയാമലയുടെ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രലോഭനമായി അല്ലെങ്കിൽ ഒരു ചോദ്യമായി ഇസ്ഹാക്ക് ചോദിക്കുന്നത്, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ അപ്പന്റെ ഹൃദയം വേദനിക്കുകയാണ്. കർത്താവ് കരുതിക്കൊള്ളും മകനെ എന്ന് പറയുക. അവിടെ ഉൽപ്പത്തി 22:14 അവിടെ ഒരു ആട്ടുകൊറ്റനെ, കൊമ്പുടക്കി കിടക്കുന്ന ആട്ടുകൊറ്റനെ കാണുകയും ആ ആട്ടുകൊറ്റനെ അവർ ബലിയായി അർപ്പിക്കുകയും ചെയ്ത വിശ്വാസത്തിന്റെ പാരമ്യതയിൽ അബ്രഹാമും ഇസഹാക്കും ബലിയർപ്പിച്ച് തിരികെ പോരുമ്പോൾ മൊറിയോ നെഹ്മേ, കർത്താവ് കരുതും എന്ന ആ വലിയ അനുഭവമാണ് ആ സ്ഥലത്തിന് അബ്രഹാം നൽകുന്നത്. പുതിയ നിയമത്തിൽ ലോകത്തിന്റെ മുഴുവൻ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു എന്ന് യോഹന്നാൻ 1:29 യോഹന്നാൻ സ്നാപകൻ പറയുമ്പോൾ ആ കുഞ്ഞാടിലേക്ക് നാം നമ്മുടെ പാപങ്ങൾ പരിപൂർണമായി കൊടുത്തിട്ടുണ്ടോ? കൊടുക്കുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറവ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ക്രൂശ് നമുക്ക് രക്ഷയാണ്. എന്ത് പാപമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും അനുതാപത്തോടെ ആ ക്രൂശിൽ സമർപ്പിക്കുമ്പോൾ ആ ക്രൂശ് വഴി നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുക്കുകയും അത് നീക്കുകയും ചെയ്യുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ലൂക്കോസ് 23:34 ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം എന്താണെന്ന്, തന്നെ ക്രൂശിച്ചവർ തന്നെ അറിഞ്ഞില്ല. അവർ ഒരു നിമിഷം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവരുടെ മേൽ അധികാരം ചെലുത്തുന്ന പൈശാചിക ശക്തിയെ മനസ്സിലാക്കുവാനും അവനിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനിടയാകി തീരുവാൻ. ഒരു നിമിഷം കൊണ്ട് പ്രതീക്ഷ അവകാശിക്കേണ്ടിയവർ നരകത്തിലേക്ക് പോകുന്ന ആ വേദന ഓർത്തിട്ടാണ് കർത്താവ്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ലല്ലോ എന്ന് ക്രൂശിൽ പ്രാർത്ഥിച്ച് പറഞ്ഞത്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രൂശാണ് നമ്മുടെ രക്ഷ. ആ രക്ഷയിൽ കർത്താവിനോടൊത്ത് പീഡയേൽക്കുവാനും ഉയിർപ്പിന്റെ അനുഭവത്തിൽ പ്രത്യാശിക്കുവാനും സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും വലിയ വെള്ളിയാഴ്ചയുടെ ആഴങ്ങളിലേക്ക്, ദൈവസ്നേഹത്തിന്റെ വിശുദ്ധരറിഞ്ഞതായ ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും അറിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.